ഇപ്പോൾ ഇസ്രായേൽ പുതിയതായിട്ട് ഏകദേശം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 300-ന് മുകളിൽ ആളുകൾ മരിച്ചു എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹമാസ് തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നടപടിയിൽ. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ ഇനി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണോ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളത്? സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിരൂക്ഷമായ ആക്രമണവും നടത്തിയിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത്? മധ്യപൗരസ്ത്യ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ വളരെ രൂക്ഷമായ ആക്രമണം, ഗസയ്ക്ക് നേരെ നടത്തിയ ആക്രമണം. ഇതിനർത്ഥമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12 ദിവസമായി രണ്ടാം ഘട്ടം നടക്കേണ്ടതാണ്. രണ്ടാം ഘട്ടം വെടിനിർത്തലിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇതുവരെ ഹമാസും ഇസ്രായേലും തമ്മിൽ എത്തിച്ചേർന്നിട്ടില്ല മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ. അതുകൊണ്ട് ഇസ്രായേൽ ഏകപക്ഷീയമായി യുദ്ധം ഒരിക്കൽ കൂടി പുനരാരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, ഈ യുദ്ധത്തെ ഇസ്രായേൽ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ 100-ലധികം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇങ്ങ് തെക്കറ്റത്തുള്ള റഫ അതിർത്തി മേഖലയിലും ഖാൻ യൂനിസ് എന്ന തെക്കൻ പ്രവിശ്യയിലും റഫ സിറ്റിയിലും വടക്കൻ ഗസയിലും എല്ലാം തന്നെ ഇസ്രായേലി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും തീമഴയാണ് ചൊരിഞ്ഞത്. അങ്ങനെ 320-ലധികം പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അൺഅക്കൗണ്ടഡ് ആയ ആളുകളുണ്ട്. മരണം 400-ഓ 450-ഓ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ യുദ്ധത്തെ, ഇപ്പോഴത്തെ ഈ നീക്കത്തെ കാണേണ്ടത് ഈ 2 യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്. ഒന്ന്, അമേരിക്ക ഹൂത്തികൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ വലിയ ആക്രമണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അതിനർത്ഥം ആ മേഖലയെ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജായി കാണാൻ ഇസ്രായേലും അമേരിക്കയും താല്പര്യപ്പെടുന്നു എന്നതാണ് അർത്ഥം. ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയമായ അല്ലെങ്കിൽ ലക്ഷ്യമായ ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യും എന്നതിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം നെഗോസിയേഷനിലൂടെ വിട്ടുകിട്ടാവുന്ന ഏതാണ്ട് എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടിയിട്ടുണ്ട്. 3 ഘട്ടമാണ് ബന്ദികളുടെ മോചനം. ആദ്യഘട്ടത്തിൽ 33 ബന്ദികൾ, അങ്ങനെ 33 ബന്ദികളും ആദ്യഘട്ടം മോചിപ്പിക്കപ്പെട്ടു. പിന്നീട് 5 ശവശരീരങ്ങളാണ്. അങ്ങനെ 38 പേരെ വന്നു കഴിഞ്ഞു. രണ്ടാം ഘട്ടം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കർശനമായ ഒരു താക്കീത് കൊടുത്തു ഹമാസിന്. അത് അനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി റിലീസ് ഓൾ ദി ഹോസ്റ്റേജസ്. അതിലൊരു അമേരിക്കൻ ബന്ദി കൂടിയുണ്ട്, ഈഡൻ അലക്സാണ്ടർ എന്ന പേരുള്ള ഒരു അമേരിക്കൻ ബന്ദി കൂടി, ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തെ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ്ലി വിട്ടയക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഹമാസ് ആ ഒരു നിർദ്ദേശത്തെ തുച്ഛീകരിച്ച് കണ്ടു. ഒരുപക്ഷെ അത് ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇസ്രായേൽ പ്രവർത്തിച്ചിരിക്കുന്നു. അമേരിക്കയുടെ കൺസെന്റോടു കൂടി തന്നെയാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനു മുൻപ് ഈ ആക്രമണ വിവരം സൂചിപ്പിച്ചു എന്ന് തന്നെയാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അമേരിക്കയുടെ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ 2 മാസം വെടിനിർത്തലിന്റെ കാലഘട്ടം, ഈ ജനുവരി 19, 2025 മുതൽ കഴിഞ്ഞ 2 മാസത്തോളമായി, 2 മാസമാകുന്നതേ ഉള്ളൂ, 2 മാസത്തോളമായി തുടരുന്ന വെടിനിർത്തൽ കാലഘട്ടം വലിയ തോതിലുള്ള ആയുധ സന്നാഹം ഒരുക്കുന്നതിനാണ് ഇസ്രായേൽ ചെലവഴിച്ചത്. അപ്പൊ ആ സമയത്ത് തീർച്ചയായും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഒരുപക്ഷെ ഇറാന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ കുറിച്ചും ഒക്കെയുള്ള വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും സ്റ്റഡി ഡേയ്സ് ആണ്. ഇതൊരു പഠനമാണ്. ഇന്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത് വലിയൊരു പഠന റിസർച്ച് മേഖല കൂടിയാണ്. യുദ്ധത്തിനുള്ള ആത്യന്തിക തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആണ്. അതിനുവേണ്ടി 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് 1 സ്റ്റെപ്പ് ബാക്ക്, അതിനുശേഷം വീണ്ടും 2 സ്റ്റെപ്പ് ഫോർവേഡ് എന്ന നിലയിലേക്ക് ഇസ്രായേൽ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുള്ള ഒരു ലോജിക് എന്ന് പറയുന്നത്, ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ആയിട്ട് കാണണം. അമേരിക്ക ഹൂതികളുടെ ത്രെട്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ ഇസ്രായേൽ ഹമാസിൽ നിന്നുള്ള ത്രെട്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അത് മാത്രമല്ല, ഇവിടെ ബന്ദി മോചനം ഇനി അധികം ഉണ്ടാവില്ല എന്ന ഒരു തിരിച്ചറിവുണ്ട്. ജീവനോടുകൂടി ആളുകളെ ലഭിച്ചില്ല എങ്കിൽ ശവശരീരങ്ങൾ ലഭിച്ചിട്ട് എന്ത് കാര്യം എന്നൊരു ചിന്തയുമുണ്ട്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കേണ്ട 30ഓളം പേരിൽ എത്ര പേര് ജീവനോടെ ഉണ്ടാകും എന്ന് നിശ്ചയമില്ല. 3-ാം ഘട്ടം മോചിപ്പിക്കാൻ ആരും തന്നെ ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാവില്ല എന്ന ഇസ്രായേലിന്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കേണ്ടതില്ല, പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണം. അതിന് ഹമാസിനെ വേണമെങ്കിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യാം. കാരണം ഹമാസ് വേണ്ട രീതിയിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തൃണവൽഗണിച്ചു എന്ന രീതിയിൽ കുറ്റപ്പെടുത്തലുകളും ആകാം.
അതേസമയം തന്നെ മധ്യപൂർവ്വ പ്രദേശത്തെ കുറച്ചുകൂടെ തെക്കുള്ള ചെങ്കടൽ മേഖല പൂർണ്ണമായി ശാന്തമായെങ്കിൽ മാത്രമേ ഗ്ലോബൽ ട്രേഡ് നടക്കൂ. അതിന് സൗദി അറേബ്യയുടെയും ഒരുപക്ഷെ ഈജിപ്തിന്റെയും മൗനാനുവാദവും ഉണ്ടാകണം. കാരണം അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് ടു വെസ്റ്റ് ഏഷ്യ, അത് സ്റ്റീവൻ വിറ്റ്കോഫ് പല പ്രാവശ്യമാണ് സൗദി അറേബ്യയിൽ എത്തിയത്. ജിദ്ദയിലും റിയാദിലും എത്തി സൗദി ഭരണാധികാരികളുമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇതെല്ലാം ഉക്രൈൻ വിഷയത്തിലുള്ള ചർച്ചകളാണ്. അതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഹൂതികൾ സൗദി അറേബ്യക്കും വലിയ ത്രെട്ടാണ്. അപ്പൊ സൗദിയുടെ എണ്ണ കച്ചവടം ചെയ്യണമെങ്കിൽ, യൂറോപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചെങ്കടൽ വഴിയെ കൊണ്ടുപോകാനാവും. പ്രധാനമായും പേർഷ്യൻ ഗൾഫ് വഴി കുറച്ചൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ചെങ്കടൽ മേഖലയിലാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ചെങ്കടൽ മേഖലയിൽ ഹൂതികൾ നിരന്തരമായി ഓയിൽ ടാങ്കേഴ്സിനെയും അമേരിക്കൻ, ഇസ്രായേലി ആൻഡ് അതർ യൂറോപ്യൻ വെസൽസിനെ ആക്രമിക്കുമ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ ഒന്നാകെയുള്ള എണ്ണ കച്ചവടത്തെ ബാധിക്കുന്നു. ആ ഒരു ഭീതിയുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തെ ഒരു മുഖ്യ കോംപ്രഹെൻസീവ് പാക്കേജായി കണ്ടുകൊണ്ട് ഹൂതികളുടെ വിപത്തിനെ ഒന്നുകിൽ കുറച്ചുകൊണ്ടുവരിക, ഒക്കുമെങ്കിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുക. അതുവഴി ഈജിപ്തിനും വലിയ നേട്ടമുണ്ട്. $9 ബില്യൺ ആണ് ചെങ്കടൽ കഴിഞ്ഞ് ഈ സൂയസ് കനാലിലൂടെ പ്രവേശിക്കുമ്പോൾ ഈജിപ്തിന് ലഭിക്കുന്ന വരുമാനം. ആ $9 ബില്യൺ 5 ബില്യൺ യുദ്ധം തുടങ്ങിയതിനു ശേഷം അത് കേവലം 4.5 ബില്യൺ, കേവലം പകുതിയായി കുറയുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഹൂതികളുടെ ആക്രമണം അവസാനിച്ചെങ്കിൽ മാത്രമേ റവന്യൂ ജനറേഷൻ ഈജിപ്തിലും സാധിക്കൂ. ഈജിപ്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈജിപ്തിനെയും സൗദി അറേബ്യയും പരമാവധി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിരിക്കുന്നത്. ഒരു അറബി പദ്ധതി, ഗാസയുടെ പുനരുദ്ധാനത്തിനുള്ള ഒരു അറബി പദ്ധതി ഈജിപ്ത് കൊണ്ടുവന്ന $56 ബില്യൺ ഒരു പുനരുദ്ധാന പദ്ധതി, അത് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷ ജനിക്കുമ്പോഴാണ്, അങ്ങനെയല്ല പൂർണ്ണമായും ഗാസയെ ഒരുപക്ഷെ ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവശേഷിക്കുന്ന ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ പരമാവധി ഡാമേജ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു മച്ച് വീക്കെൻഡ് ആൻഡ് മെലോ ഡൗൺ ഹമാസുമായി അവസാനവട്ടം ചർച്ച ഉണ്ടാകില്ലായിരിക്കും ഒരുപക്ഷെ, അത് അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യാവുന്ന മെത്തേഡാണ്. അതുകൊണ്ടാണ് റാഫ അതിർത്തി ഇപ്പോൾ ഭാഗികമായെങ്കിലും തുറന്നിരിക്കുന്നത്. റാഫ അതിർത്തിയിൽ തുറക്കുന്നതിന്റെ കാരണം ഈജിപ്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഗസയിൽ നിന്നുള്ള കവാടമാണ് ഗസ, റഫ. ഈ റഫ അതിർത്തി തുറന്നു കഴിഞ്ഞാൽ കടന്നു പോകാനുള്ള ആളുകളെല്ലാം തന്നെ ഈജിപ്തിലേക്ക് കടന്നു പോയിക്കൊള്ളും. അപ്പൊ ഈജിപ്തിന്റെ ഒരു മൗനാനുവാദം ഇല്ലാതെ അത് സാധിക്കുകയുമില്ല. അതുകൊണ്ട് അങ്ങനെ യുദ്ധം കനക്കുമ്പോൾ, ഗാസയിലെ യുദ്ധം തീർത്തും സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല. കാരണം കഴിഞ്ഞ 24 മണിക്കൂറായി എല്ലാ സപ്ലൈസും കട്ട് ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായി വൈദ്യുതി ഉൾപ്പെടെ കട്ട് ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഗാസയിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെയെങ്കിൽ കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാനുള്ള പ്ലാന്റുകളാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടിവെള്ളം പോലും ലഭിക്കാത്ത അന്തരീക്ഷത്തിൽ ഗാസയിലെ ജനങ്ങളുടെ ഒരു നല്ല പങ്കും സ്വമേധയാ പലായനം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കും എന്ന ഒരു ചിന്ത ഒരുപക്ഷെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം റഫ അതിർത്തിയിലൂടെ കടന്നു പോകാൻ ഒരുപക്ഷെ ആളുകളെ ഇനിയിപ്പോൾ അനുവദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ തന്നെ കുറച്ചൊക്കെ ആളുകളെ എവിക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ക്ലെൻസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ആയിരിക്കാം വീണ്ടും അമേരിക്കയുടെ അനുവാദത്തോടെ, അറിവോടെ, സമ്മതത്തോടുകൂടി ഇസ്രായേൽ ഈ തീവ്ര ആക്രമണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നാണ്. അതിന് പാരലായി ഹമാസ്, ഹൂതി കേന്ദ്രങ്ങൾ അമേരിക്കയും ആക്രമണം നടത്തുമ്പോൾ ഇത് ഒരു 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സമഗ്ര പദ്ധതിയായി ഒരുപക്ഷെ അമേരിക്ക ഇസ്രായേൽ പദ്ധതി മുന്നോട്ട് പോവുകയാണ് എന്നാണ് എന്റെ ഒരു നിഗമനം. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ യുദ്ധങ്ങളിലേക്ക് ആ മേഖല കുറച്ച് ദിവസങ്ങളോളം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണോ? ഇത് ഈ ടൈമിങ് സെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ടൈമിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളല്ല, അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. കാരണം വെടിനിർത്തലിനുള്ള 2ാം ഘട്ടം വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതയും തുറന്നിട്ടപ്പോൾ അതിനോട് ക്രിയാത്മകമായി ഹമാസ് പ്രതികരിച്ചില്ല എന്നതാണ് ഇപ്പോൾ കടന്നു വരുന്ന ഒരു ആരോപണം. ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ആരോപണം. അത് ശരിയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട്, കാരണം ഇതല്ലേ യുദ്ധത്തിൽ എല്ലാ കൂട്ടരും, 2 കൂട്ടരും പ്രതീക്ഷിക്കുന്ന, 2 വശത്തും ഉള്ളവർ പ്രതീക്ഷിക്കുന്നത് പരമാവധി നേട്ടമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ കാര്യമായ പട്ടികകൾ കാട്ടാനില്ല. ഇസ്രായേൽ ബലം പ്രയോഗിച്ച് ഒരു ബന്ദിയെ പോലും അവിടുന്ന് മോചിപ്പിച്ചിട്ടില്ല. ഒരു വെടിനിർത്തലിന്റെ ആനുകൂല്യം മാത്രം നൽകിക്കൊണ്ടാണ് ഒരു ബന്ദിയെ മോചിപ്പിക്കുമ്പോൾ 10-ലധികം
ബന്ദികളെയാണ് ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വരുന്നത്. കേവലം ഈ 34-35 ബന്ദികളെ, ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ 2000-ലധികം ബന്ദികളെയാണ് ഇസ്രായേൽ, പാലസ്തീൻ ബന്ദികളെയാണ്, അവിടുത്തെ തടവുകാരെയാണ് മോചിപ്പിച്ചത്. അത് വരുമ്പോൾ അവിടെ ഇസ്രായേലിലെ നഷ്ടക്കച്ചവടമാണ് എന്ന ആഭ്യന്തരമായി തീവ്ര റാഡിക്കൽ റൈറ്റ് വിങ് സയണിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ അവസാനിപ്പിച്ചിട്ട് ഇസ്രായേലിന്റെ ഒറിജിനൽ പ്രഖ്യാപിത ലക്ഷ്യം ക്ലീൻ ഗാസ ഓഫ് ഹമാസ് എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കാനുള്ള നെതന്യാഹുവിന്റെ ഒരു ശ്രമമാണ്. അത് മാത്രമല്ല, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറും അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ഒരു കോalition ഗവൺമെന്റിനെ ലീഡ് ചെയ്യാനായി അദ്ദേഹത്തിന് കഴിയൂ. അതുകൊണ്ട് ആഭ്യന്തര രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും അതുപോലെ ഇസ്രായേലിന്റെ മേലുള്ള മറ്റ് കമ്പൽഷൻസും പോപ്പുലർ ഡിമാൻഡും എല്ലാം ചേർന്നുകൊണ്ട് ഒരു യുദ്ധ സമാനമായ വീണ്ടും ഒരു ഘോര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. അസ്യൂമിങ് ദാറ്റ് ഈ ലെബനനിലെ ഹിസ്ബുള്ള ആകട്ടെ, മറ്റ് ഷിയ വിഭാഗങ്ങളാകട്ടെ എല്ലാം സംയമനം പാലിക്കുമെന്നും ആ വെടിനിർത്തൽ തുടരുമെന്നും ഉള്ള പ്രതീക്ഷയിൽ ഗാസയിലേക്ക് എല്ലാ ശ്രദ്ധയും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇസ്രായേലിനെ കാണുന്നു ഇവിടെ.